നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനമായ ഡിവൈഎഫ്ഐയുടെ 16ാമത് സംസ്ഥാന സമ്മേളനത്തിന് കൊടി ഉയർന്നിരിക്കുന്നു. ചില ചരിത്രങ്ങൾ എഴുതപ്പെടുന്നത് മഷി കൊണ്ടാണ്, ചില ചരിത്രങ്ങൾ എഴുതപ്പെടുന്നത് വിയർപ്പ് കൊണ്ടാണ്, മറ്റു ചില ചരിത്രങ്ങൾ എഴുതപ്പെടുന്നത് തെരുവുകളിൽ ഉയർന്ന മുദ്രാവാക്യങ്ങളാലും പോരാട്ടങ്ങളിൽ വീണ ചോരയാലും മനുഷ്യനെ ചേർത്തുപിടിച്ച കൈകളാലുമാണ്. ഇന്ത്യയുടെ യുവജന പ്രസ്ഥാനങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അങ്ങനെ കടന്നു വരുന്നത് 4 അക്ഷരങ്ങളാണ്: ഡിവൈഎഫ്ഐ, ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. ഇന്ന് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിൽ ഡിവൈഎഫ്ഐയുടെ 16ാം സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ ഒരു സമ്മേളനത്തിന്റെ വേദിയിൽ നിന്ന് മാത്രം ഈ പ്രസ്ഥാനത്തെ വായിക്കാൻ കഴിയില്ല. അതിന് 4.5 പതിറ്റാണ്ടിലേറെ പിന്നിലേക്ക് സഞ്ചരിക്കണം. 1980 നവംബർ, പഞ്ചാബിലെ വിപ്ലവത്തിന്റെ മണ്ണായ ലുധിയാന. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന പുരോഗമന യുവജന പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ ഒരു ദേശീയ യുവജന പ്രസ്ഥാനത്തിന് രൂപം നൽകുന്നതിനായി ഒത്തുചേർന്നു. 1980 നവംബർ 1 മുതൽ 3 വരെ നടന്ന ആദ്യ അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ അവസാന ദിവസം നവംബർ 3-ന് ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ രൂപം കൊണ്ടു. അതൊരു സംഘടനയുടെ പേര് പ്രഖ്യാപിച്ച ദിവസം മാത്രമായിരുന്നില്ല. തൊഴിലില്ലായ്മ അനുഭവിക്കുന്ന യുവാവിന്റെ ചോദ്യം രാജ്യത്തിന്റെ ചോദ്യമാക്കാനും, വിദ്യാഭ്യാസം സാധാരണക്കാരന്റെ അവകാശമാണെന്ന് പ്രഖ്യാപിക്കാനും, മതനിരപേക്ഷതയും ജനാധിപത്യവും ഉയർത്തിപ്പിടിക്കാനും, യുവജനങ്ങളുടെ അവകാശങ്ങൾക്കായി സംഘടിതമായി പോരാടാനും ഒരു ദേശീയ യുവജന പ്രസ്ഥാനം മുന്നോട്ട് വന്ന ദിനമായിരുന്നു അന്ന്. ഡിവൈഎഫ്ഐ മുന്നോട്ട് വെച്ച അടിസ്ഥാന ആശയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു തൊഴിൽ യുവാവിന്റെ അവകാശമാണ്. ജോലി ചോദിക്കുന്നത് ഔദാര്യം ചോദിക്കലല്ല, ജീവിക്കാനുള്ള അവസരം ചോദിക്കുന്നത് ആരുടെയും ദയയ്ക്ക് വേണ്ടിയുള്ള അപേക്ഷയുമല്ല. അങ്ങനെ വിദ്യാഭ്യാസത്തിന്റെയും തൊഴിലിന്റെയും ജനാധിപത്യ അവകാശങ്ങളുടെയും ചോദ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് വളർന്നു വന്നു. കേരളത്തിൽ യുവജന സമരങ്ങളുടെ ചരിത്രം ഡിവൈഎഫ്ഐയുടെ രൂപീകരണത്തിനും മുമ്പുള്ളതാണ്. ആ സമര പാരമ്പര്യത്തിന്റെ തുടർച്ചയിലാണ് കേരളത്തിൽ ഡിവൈഎഫ്ഐ ശക്തമായ യുവജന പ്രസ്ഥാനമായി വളർന്നത്. തൊഴിലില്ലായ്മയ്ക്കെതിരെ, വിദ്യാഭ്യാസത്തിന്റെ വാണിജ്യവൽക്കരണത്തിനെതിരെ, സാമൂഹിക അനീതികൾക്കെതിരെ, യുവജനങ്ങളുടെ അവകാശങ്ങൾക്കു വേണ്ടി കേരളത്തിന്റെ തെരുവുകളിൽ വീണ്ടും വീണ്ടും യുവാക്കൾ ഇറങ്ങി. കാലം മാറി, ഭരണങ്ങൾ മാറി, തലമുറകൾ മാറി. പക്ഷേ യുവജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നപ്പോഴെല്ലാം സമരവേദികളിൽ ഡിവൈഎഫ്ഐയുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. കേരളത്തിലെ ഡിവൈഎഫ്ഐയുടെ ചരിത്രം പറയുമ്പോൾ ഒഴിവാക്കാൻ കഴിയാത്ത ഒരു തീയതിയുണ്ട്. 1994 നവംബർ 25, കണ്ണൂരിലെ കൂത്തുപറമ്പ്. വിദ്യാഭ്യാസത്തിന്റെ വാണിജ്യവൽക്കരണത്തിനെതിരായ പ്രതിഷേധത്തിനിടെ നടന്ന പോലീസ് വെടിവയ്പിൽ അന്ന് 5 ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ കൊല്ലപ്പെട്ടു. ധീരരക്തസാക്ഷികളായ സഖാവ് കെ രാജീവൻ, സഖാവ് ഷിബുലാൽ, സഖാവ് റോഷൻ, സഖാവ് മധു, സഖാവ് ബാബു. 5 യുവ ജീവിതങ്ങൾ. അന്ന് വെടിയുണ്ടകൾ തുളച്ചത് 5 ശരീരങ്ങളെ മാത്രമായിരുന്നില്ല. കേരളത്തിലെ യുവജന രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ മായാത്ത ഒരു അധ്യായം കൂടിയാണ് കൂത്തുപറമ്പ് എഴുതി ചേർത്തത്. വർഷങ്ങൾ കടന്നുപോയിട്ടും കൂത്തുപറമ്പ് ഓർമ്മിക്കപ്പെടുന്നതിന്റെ കാരണം അതാണ്. വിദ്യാഭ്യാസം ആരുടേതാണ്? സാധാരണക്കാരന്റെ മക്കൾക്കും മികച്ച വിദ്യാഭ്യാസം ലഭിക്കേണ്ടതില്ലേ? പണമുള്ളവന് മാത്രം അവസരം ലഭിക്കുന്ന ഒരു സംവിധാനമായി വിദ്യാഭ്യാസം മാറാമോ? ഈ ചോദ്യങ്ങളാണ് ആ സമരത്തിന്റെ ഓർമ്മകൾ ഇന്നും ഉയർത്തുന്നത്. എന്നാൽ ഡിവൈഎഫ്ഐയെ തെരുവിലെ പ്രകടനങ്ങളിലും മുദ്രാവാക്യങ്ങളിലും മാത്രം അന്വേഷിച്ചാൽ ആ പ്രസ്ഥാനത്തിന്റെ മറ്റൊരു മുഖം കാണാതെ പോകും. ഒരു ആശുപത്രിയുടെ വരാന്തയിലേക്കൊന്ന് നോക്കൂ. അവിടെ ചികിത്സയ്ക്കായി എത്തിയ രോഗിക്കും കൂട്ടിരിപ്പുകാരന് മുന്നിലേക്ക് ഒരു പൊതിച്ചോറ് നീളുന്നു. അതെ, ഹൃദയപൂർവ്വം. വീടുകളിൽ തയ്യാറാക്കുന്ന ഭക്ഷണം ശേഖരിച്ച് ആശുപത്രികളിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും എത്തിക്കുന്ന പൊതിച്ചോർ പദ്ധതി. വയറെരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ. അവിടെ ഭക്ഷണം നൽകുന്ന കൈ ഒരിക്കലും ചോദിക്കുന്നില്ല, നിങ്ങളുടെ രാഷ്ട്രീയം എന്താണ്, നിങ്ങളുടെ മതം എന്താണ്, നിങ്ങളുടെ ജാതി ഏതാണ്. അവിടെ മുന്നിലുള്ളത് ഒരേ ഒരു തിരിച്ചറിയലാണ്: മനുഷ്യൻ. വിശക്കുന്ന മനുഷ്യന് ഭക്ഷണം. അതായിരുന്നു ആ ഇടപെടലിന്റെ ലളിതമായ രാഷ്ട്രീയം. രക്തബാങ്കുകളിൽ രക്തം ആവശ്യമുണ്ടാകുമ്പോൾ, അപകടത്തിൽപ്പെട്ട ഒരാൾക്ക് അടിയന്തരമായി രക്തം വേണ്ടി വരുമ്പോൾ, സോഷ്യൽ മീഡിയയിലൂടെയും പ്രാദേശിക ഘടകങ്ങളിലൂടെയും രക്തദാതാക്കളെ കണ്ടെത്തുന്ന പ്രവർത്തനങ്ങളിലും ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ സാന്നിധ്യം കേരളം പലവട്ടം കണ്ടിട്ടുണ്ട്. കാരണം രക്തത്തിന് മതമില്ല, രക്തത്തിന് ജാതിയില്ല, രക്തത്തിന് പാർട്ടിയുമില്ല. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് മറ്റൊരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് രക്തമൊഴുകുമ്പോൾ അതിന് ഒരേ ഒരു അർത്ഥമേയുള്ളൂ: ജീവൻ. കേരളം വലിയ ദുരന്തങ്ങളെ നേരിട്ട കാലങ്ങളുണ്ട്. പ്രളയം, ഉരുൾപൊട്ടൽ, കോവിഡ് മഹാമാരി, വയനാട്ടിലെ മഹാദുരന്തം. അത്തരം സന്ദർഭങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തനം പ്രസംഗവേദിയിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നു തെളിയിക്കുന്ന തരത്തിൽ സന്നദ്ധ പ്രവർത്തനങ്ങൾ കേരളം കണ്ടു. ശുചീകരണ പ്രവർത്തനങ്ങൾ, ഭക്ഷണവും ആവശ്യ സാധനങ്ങളും എത്തിക്കൽ, ദുരിതബാധിതരെ സഹായിക്കൽ,
പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങാകൽ. യുവാക്കളുടെ അധ്വാനശേഷിയെ സമൂഹത്തിനു വേണ്ടി ഉപയോഗിക്കുക എന്ന ആശയമാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പിന്നിലുള്ളത്. കോവിഡ് കാലത്ത് ലോകം വീടുകളുടെ വാതിലുകൾ അടച്ചപ്പോൾ പോലും മരുന്നിനും ഭക്ഷണത്തിനുമായി സഹായം തേടിയവരിലേക്ക് എത്താൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യുവസന്നദ്ധ പ്രവർത്തകർ രംഗത്തിറങ്ങി. അവിടെ ഒരു മുദ്രാവാക്യത്തെക്കാൾ ശക്തമായിരുന്നു ഒരു പ്രവൃത്തി: പ്രതിസന്ധിയിൽ മനുഷ്യന്റെ കൂടെ നിൽക്കുക. 2020 കേരളം കോവിഡ് പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോൾ ഡിവൈഎഫ്ഐ ആരംഭിച്ച ശ്രദ്ധേയമായ പ്രവർത്തനമായിരുന്നു റീസൈക്കിൾ കേരള. വീടുകളിൽ ഉപയോഗശൂന്യമായി കിടന്നിരുന്ന പത്രക്കടലാസ് മുതൽ പുനരുപയോഗിക്കാവുന്ന വിവിധ വസ്തുക്കൾ വരെ ശേഖരിച്ചു. യുവാക്കൾ വീടുകളിലെത്തി വസ്തുക്കൾ ശേഖരിച്ചു, അവ വിറ്റു പണം കണ്ടെത്തി. ആ പ്രവർത്തനത്തിലൂടെ സമാഹരിച്ച കോടിക്കണക്കിന് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി മഹത്തായ ഒരു പ്രവർത്തനം ഡിവൈഎഫ്ഐ കാഴ്ചവെച്ചു. ഒരു ചെറിയ പഴയ പത്രക്കെട്ടിന് പോലും ഒരു ദുരന്തകാലത്ത് വലിയൊരു സാമൂഹിക ദൗത്യത്തിന്റെ ഭാഗമാകാമെന്ന് കാണിച്ച ഇടപെടലായിരുന്നു അത്. ഒരു യുവജന പ്രസ്ഥാനത്തിന് 1980 ചോദ്യങ്ങൾ മാത്രം ചോദിച്ചുകൊണ്ട് 2026 ജീവിക്കാൻ കഴിയില്ല. ഓരോ കാലഘട്ടവും പുതിയ ചോദ്യങ്ങൾ ഉയർത്തും. തൊഴിലില്ലായ്മ, വിദ്യാഭ്യാസം, മയക്കുമരുന്ന് വ്യാപനം, പരിസ്ഥിതി, മനുഷ്യാവകാശങ്ങൾ, സാമൂഹിക അസമത്വം, പുതിയ തലമുറയുടെ ഭാവി. അതുകൊണ്ട് തന്നെ ലഹരിക്കെതിരായ ജനകീയ കവചം പോലുള്ള ക്യാമ്പയിനുകളും യുവജനങ്ങളെ ബാധിക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളിലെ ഇടപെടലുകളും സംഘടന ഏറ്റെടുത്തിട്ടുണ്ട്. കാലം മാറുമ്പോൾ പോരാട്ടത്തിന്റെ വിഷയങ്ങളും മാറാം. പക്ഷേ യുവജനങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ചോദ്യം അവസാനിക്കുന്നില്ല. 1980 നിന്ന് 2026 ഇന്ന് വീണ്ടും ഒരു സംസ്ഥാന സമ്മേളനത്തിന്റെ പതാക ഉയരുകയാണ്. തൃശൂരിൽ നടക്കുന്ന 16ാം സംസ്ഥാന സമ്മേളനം. ഒരു സമ്മേളനം എന്നത് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്ന ഒരു സംഘടന നടപടിക്രമം മാത്രമല്ല, കടന്നുപോയ കാലത്തെ വിലയിരുത്തുവാനുള്ള അവസരമാണ്. തെറ്റുകൾ പരിശോധിക്കാനുള്ള അവസരമാണ്. പുതിയ കാലത്തിന്റെ ചോദ്യങ്ങൾ തിരിച്ചറിയാനുള്ള അവസരവുമാണ്. നാളത്തെ യുവജന പ്രസ്ഥാനത്തിന്റെ ദിശ എന്തായിരിക്കണമെന്ന് ചർച്ച ചെയ്യാനുള്ള വേദിയാണ്. 1980 ലുധിയാനയിൽ നിന്ന് 2026 തൃശൂരിലേക്ക് എത്തുമ്പോൾ 4.5 പതിറ്റാണ്ടിലധികം പിന്നിട്ടിരിക്കുന്നു. ആ യാത്രയിൽ വിജയങ്ങളുണ്ട്, പരാജയങ്ങളുണ്ട്, വിമർശനങ്ങളുണ്ട്, വിവാദങ്ങളുണ്ട്, ത്യാഗങ്ങളുണ്ട്. എന്നാൽ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ പ്രസക്തി അളക്കേണ്ടത് അതിന്റെ പേരിലോ പതാകയിലോ മാത്രമല്ല, യുവാക്കളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ അത് എത്രത്തോളം ഇടപെടുന്നു എന്നതിലാണ്. തൊഴിലില്ലാത്ത യുവാവിന്റെ ചോദ്യം കേൾക്കാൻ കഴിയുന്നുണ്ടോ? പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയുടെ അവകാശത്തിനൊപ്പം നിൽക്കാൻ കഴിയുന്നുണ്ടോ? ലഹരിയുടെ പിടിയിലേക്ക് പോകുന്ന ഒരു തലമുറയെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ? ദുരന്തം വരുമ്പോൾ മനുഷ്യന്റെ കൈപിടിക്കാൻ കഴിയുന്നുണ്ടോ? വിശക്കുന്നവന് ഭക്ഷണവും രോഗിക്ക് രക്തവും നിരാശനായ യുവാവിന് പ്രതീക്ഷയും നൽകാൻ കഴിയുന്നുണ്ടോ? അതാണ് ഓരോ യുവജന പ്രസ്ഥാനത്തിനു മുന്നിലുള്ള യഥാർത്ഥ പരീക്ഷണം. ഡിവൈഎഫ്ഐയുടെ സമരചരിത്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. സമരത്തെ ജനങ്ങളുടെ ഉത്സവമാക്കി മാറ്റിയ ചരിത്രം. ആ ചരിത്രങ്ങൾ കേരളം കണ്ടിട്ടുണ്ട്. മനുഷ്യ ചങ്ങലകൾ, മനുഷ്യമതിലുകൾ, യുവജന റാലികൾ, പ്രതിരോധ കോട്ടകൾ, കടലിരമ്പം പോലെ ഒഴുകിയെത്തിയ ജനസാഗരങ്ങൾ. ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് മനുഷ്യൻ കൈകോർത്തു നിന്നപ്പോൾ അത് വെറും കൈകളുടെ ചങ്ങലയായിരുന്നില്ല. ഒരു നാടിന്റെ പ്രതിഷേധം മറ്റൊരു നാടിന്റെ പ്രതിഷേധത്തോട് കൈകോർക്കുകയായിരുന്നു. ഒരു കണ്ണിയിൽ തൊഴിലാളി, അടുത്ത കണ്ണിയിൽ വിദ്യാർത്ഥി, മറ്റൊരിടത്ത് കർഷകൻ, അധ്യാപകൻ, കലാകാരൻ, എഴുത്തുകാരൻ, സ്ത്രീകൾ, കുട്ടികൾ, അങ്ങനെ ആയിരങ്ങളും ലക്ഷങ്ങളും കൈകോർത്തപ്പോൾ റോഡിന്റെ നീളമളക്കാൻ കിലോമീറ്ററുകൾ മതിയായിരുന്നു. പക്ഷേ ആ ജനമുന്നേറ്റത്തിന്റെ കരുത്തളക്കാൻ ഒരു അളവുകോലും മതിയായിരുന്നില്ല. കാസർഗോഡിന്റെ മണ്ണിൽ ഉയർന്ന ഒരു കൈ കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള മറ്റൊരു കൈയുമായി പ്രതീകമായി ചേർന്നപ്പോൾ അത് മനുഷ്യ ചങ്ങലയായി. ആ ചങ്ങലയിലേക്ക് വീണ്ടും വീണ്ടും മനുഷ്യർ ഒഴുകിയെത്തിയപ്പോൾ അത് മനുഷ്യ മതിലായി. ആ മതിലിനപ്പുറവും ജനങ്ങൾ നിറഞ്ഞപ്പോൾ അത് മനുഷ്യ കോട്ടയായി. പിന്നെയും ജനങ്ങൾ ഒഴുകിയെത്തിയപ്പോൾ അതൊരു ജനസാഗരമായി. അപ്പോൾ കേരളത്തിന്റെ തെരുവുകൾക്ക് പറയാനുണ്ടായിരുന്നത് ഒരേ ഒരു കാര്യമായിരുന്നു: ഇത് കുറച്ചുപേരുടെ ശബ്ദമല്ല, ഇത് ഒരു ജനതയുടെ ശബ്ദമാണ്. കേരളം കണ്ടിട്ടുണ്ട് ഡിവൈഎഫ്ഐയുടെ നീണ്ട മാർച്ചുകൾ. കേരളം കേട്ടിട്ടുണ്ട് അവരുടെ മുദ്രാവാക്യങ്ങൾ. കേരളത്തിന്റെ ദേശീയപാതകൾ കണ്ടിട്ടുണ്ട് കൈകോർത്തു നിന്ന മനുഷ്യ ചങ്ങലകൾ. പക്ഷേ ഓരോ സമരത്തിന്റെയും പിന്നിൽ ഉയർന്ന ചോദ്യം ഒന്നായിരുന്നു: യുവാക്കളുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു പ്രശ്നമുണ്ടെങ്കിൽ, ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു വിഷയമുണ്ടെങ്കിൽ, നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തേണ്ട ഒരു സാഹചര്യമുണ്ടെങ്കിൽ ആരാണ് തെരുവിലുണ്ടാവുക? ആ ചോദ്യം ഉയർന്നപ്പോഴൊക്കെ ചരിത്രത്തിന്റെ പല ഘട്ടങ്ങളിലും ആ തെരുവുകളിൽ ഉയർന്നുനിന്ന ഒരു പതാക ഉണ്ടായിരുന്നു. രക്തധാരകം ആലേഖനം ചെയ്ത ശുഭ്രപതാക, ഡിവൈഎഫ്ഐയുടെ പതാക. അതുകൊണ്ടാണ് ഡിവൈഎഫ്ഐയുടെ ചരിത്രം വെറും സമ്മേളനങ്ങളുടെ ചരിത്രമല്ലെന്ന് പറയുന്നത്. അത് സമരങ്ങളുടെ ചരിത്രമാണ്, അത് തെരുവുകളുടെ ചരിത്രമാണ്, അത് മുദ്രാവാക്യങ്ങളുടെ ചരിത്രമാണ്, അത് കൈകോർത്ത മനുഷ്യരുടെ ചരിത്രമാണ്. ഒരാൾ ഒറ്റയ്ക്ക് നിന്നാൽ അതൊരു പ്രതിഷേധമായിരിക്കാം, 100 പേർ ഒരുമിച്ച് നിന്നാൽ അതൊരു സമരമായിരിക്കാം. പക്ഷേ ഒരു നാട് മുഴുവൻ കൈകോർത്തു നിന്നാൽ അത് ചരിത്രമാണ്. ആ ചരിത്രത്തിന്റെ പേജുകളിൽ വീണ്ടും വീണ്ടും എഴുതപ്പെട്ട 4 അക്ഷരങ്ങൾ:
ഡിവൈഎഫ്ഐ. ഒരു പ്രസ്ഥാനത്തിന്റെ ചരിത്രം പറയുമ്പോൾ വിജയിച്ച സമരങ്ങളുടെ കണക്കുകൾ മാത്രം പറഞ്ഞാൽ ആ ചരിത്രം പൂർണ്ണമാകില്ല. കാരണം ഈ പ്രസ്ഥാനത്തിന്റെ ചില ചരിത്ര താളുകളിൽ മഷിയുടെ നിറമല്ല, ചോരയുടെ നിറമാണ്. പോലീസിന്റെ ലാത്തിക്ക് മുന്നിൽ തലകുനിക്കാതെ നിന്ന യുവത്വത്തിന്റെ ചരിത്രമുണ്ട്. ജലപീരങ്കിക്ക് മുന്നിൽ നെഞ്ചുവിരിച്ച നിന്ന യുവത്വത്തിന്റെ ചരിത്രമുണ്ട്. അറസ്റ്റുകളും ജയിലുകളും കേസുകളും നേരിട്ട യുവത്വത്തിന്റെ ചരിത്രമുണ്ട്. പല കാലങ്ങളിൽ അക്രമികളിൽ ജീവൻ നഷ്ടപ്പെട്ട പ്രവർത്തകരുടെ ഓർമ്മകളുണ്ട്. എന്നാൽ കേരളത്തിലെ യുവജന സമര ചരിത്രത്തിലെ ആ പേര് ഉച്ചരിക്കുമ്പോൾ ഇന്നും ഒരു നിമിഷം കാലം നിശ്ചലമാകും. കൂത്തുപറമ്പ്. 1994 നവംബർ മാസം 25. വിദ്യാഭ്യാസത്തിന്റെ വാണിജ്യവൽക്കരണത്തിനെതിരായ പ്രതിഷേധം. തെരുവിൽ യുവാക്കൾ, മുന്നിൽ പോലീസ്, പിന്നെ വെടിയൊച്ച. ഒന്നല്ല, വീണ്ടും 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 വെടിയൊച്ചകൾ. ആ വെടിയുണ്ടകൾക്ക് മുന്നിൽ 5 യുവജീവിതങ്ങൾ പിടഞ്ഞു വീണു മരിച്ചു. ധീരരക്തസാക്ഷികളായ സഖാവ് കെ രാജീവൻ, കെ മധു, ഷിബുലാൽ, ബാബു, റോഷൻ. 5 പേരുകൾ, 5 വീടുകളുടെ പ്രതീക്ഷകൾ, 5 യുവ ജീവിതങ്ങൾ. പക്ഷെ ചരിത്രം അവരെ 5 പേരിൽ ഒതുക്കിയില്ല. അവർ ഒരു തലമുറയുടെ സ്മരണകളായി പിന്നെയും പിന്നെയും മാറി. ആ വെടിവെപ്പിൽ മറ്റൊരു യുവാവിന്റെ ശരീരത്തിൽ വെടിയുണ്ട തുളച്ചു കയറി. സഖാവ് പുഷ്പൻ. അന്ന് അദ്ദേഹത്തിന് വെറും 24 വയസ്സ്. വെടിയുണ്ട കഴുത്തിലൂടെ കടന്ന നട്ടെല്ലിന് ഗുരുതരമായി പരിക്കേൽപ്പിച്ചു. പിന്നീട് ഏകദേശം 3 പതിറ്റാണ്ടോളം കിടപ്പിലായിരുന്നു പുഷ്പൻ. 2024 സെപ്റ്റംബർ 28 അദ്ദേഹവും വിട പറഞ്ഞു. കാലം മുന്നോട്ടു പോയി, വർഷങ്ങൾ മാറി, തലമുറകൾ മാറി. പക്ഷേ പുഷ്പന്റെ ശരീരത്തിൽ കൂത്തുപറമ്പിന്റെ ആ ദിവസം അവസാനിച്ചിരുന്നില്ല. 1994 നവംബർ 25 മുറിവുമായി ഒരു മനുഷ്യൻ 3 പതിറ്റാണ്ടോളം ജീവിച്ചു. അതുകൊണ്ടാണ് കൂത്തുപറമ്പ് ഒരു തീയതി മാത്രമല്ലെന്ന് പറയുന്നത്. അതൊരു ഓർമ്മയാണ്, ഒരു മുറിവാണ്, ഒരു ചോദ്യം കൂടിയാണ്. സമരഭൂമിയിൽ വീണവരുടെ ചോരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് ഉണങ്ങിപ്പോകും. പക്ഷെ അതുയർത്തിയ ചോദ്യം അതേ എളുപ്പത്തിൽ ഉണങ്ങിപ്പോകില്ല. ഒരു രാജീവൻ വീണാൽ, ഒരു മധു വീണാൽ, ഒരു ഷിബുലാൽ വീണാൽ, ഒരു ബാബു വീണാൽ, ഒരു റോഷൻ വീണാൽ അവിടെ അവസാനിക്കുന്നത് ഒരു മനുഷ്യന്റെ ജീവിതമായിരിക്കാം. പക്ഷേ അവർ ഉയർത്തിയ ആശയം അവിടെ അവസാനിക്കുന്നില്ല. അത് തലമുറകളിലൂടെ കൈമാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് വർഷങ്ങൾക്ക് ശേഷവും കൂത്തുപറമ്പെന്ന പേര് കേൾക്കുമ്പോൾ പഴയ തലമുറയുടെ കണ്ണുകളിൽ ഓർമ്മയും പുതിയ തലമുറയുടെ മനസ്സിൽ ചോദ്യവും ഒരുമിച്ചുയരുന്നത്. കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്ര പുസ്തകങ്ങളിൽ കേരളത്തിന്റെ പല ജില്ലകളിൽ നിന്നുള്ള വിവിധ രക്തസാക്ഷികളുടെ പേരുകളുണ്ട്. ഓരോ പേരിന് പിന്നിലും ഓരോ ജീവിതമുണ്ട്. ഓരോ ജീവിതത്തിന് പിന്നിലും ഒരു കുടുംബമുണ്ട്. ഓരോ മരണത്തിന് പിന്നിലും അതിൻ്റെതായ ചരിത്രവും സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് അവരുടെ പേരുകൾ വെറും പട്ടികയായി വായിച്ചു തീർക്കേണ്ടതല്ല. അവർ ജീവിച്ച കാലത്തിന്റെ രാഷ്ട്രീയവും സാമൂഹികവുമായ സംഘർഷങ്ങളുടെ ഓർമ്മകളാണ് അവരെ വായിക്കേണ്ടത്. അതുകൊണ്ട് ഈ സമ്മേളന നഗരിയിൽ രക്തതാരകം പതിച്ച ശുഭ്രപതാക കാറ്റിലുയരുമ്പോൾ അത് വെറുമൊരു തുണിക്കഷണം മാത്രമായി കാണുന്നവർക്ക് ഈ ചരിത്രം മനസ്സിലാകില്ല. ആ പതാകയ്ക്ക് പിന്നിൽ ലാത്തിയടിയേറ്റ തലകളുടെ ഓർമ്മകളുണ്ട്, ജയിലറകളുടെ ഓർമ്മകളുണ്ട്, സമരമുഖങ്ങളുടെ ഓർമ്മകളുണ്ട്, വെടിയേറ്റ ശരീരങ്ങളുടെ ഓർമ്മകളുണ്ട്, തിരിച്ചു വരാത്ത യുവാക്കളുടെ ഓർമ്മകളുണ്ട്. എന്നിട്ടും ഓരോ തലമുറയോടും ചരിത്രം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നിങ്ങൾക്ക് മുമ്പ് നടന്നവർ എന്തിനു വേണ്ടിയാണ് നടന്നത്? ആ ചോദ്യം മനസ്സിലാക്കുന്നിടത്താണ് ഒരു പ്രസ്ഥാനത്തിന്റെ ചരിത്രം വെറും ഭൂതകാലമല്ലാതാകുന്നത്. അത് അടുത്ത തലമുറയ്ക്ക് കൈമാറുന്ന ഓർമ്മയായി മാറുന്നത്. ചില ചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ പേജ് മറിക്കും. ചില ചരിത്രങ്ങൾ വായിച്ചാൽ പേജ് മറിക്കാൻ കൈ വിറയ്ക്കും. കൂത്തുപറമ്പ് അങ്ങനെ ഒരു പേജാണ് കേരളത്തിന്റെ യുവജന സമര ചരിത്രത്തിൽ. ഇന്ന് തൃശൂരിൽ സമ്മേളനത്തിന്റെ പതാകകൾ ഉയരുമ്പോൾ ഓർക്കേണ്ടത് ലുധിയാനയിലെ ആ തുടക്കമാണ്. ഓർക്കേണ്ടത് കൂത്തുപറമ്പിൽ വീണ 5 യുവാക്കളെയാണ്. ഓർക്കേണ്ടത് ആശുപത്രി വരാന്തയിൽ തുറക്കപ്പെട്ട ആയിരക്കണക്കിന് പൊതിച്ചോറുകളെയാണ്. ഓർക്കേണ്ടത് രക്തം നൽകിയ കൈകളെയാണ്. ദുരന്ത ഭൂമികയിൽ ചെളിയിലിറങ്ങിയ യുവാക്കളെയാണ്. തൊഴിലിനു വേണ്ടി തെരുവിലിറങ്ങിയ തലമുറകളെയാണ്. കാരണം യുവത്വം എന്നത് പ്രായത്തിന്റെ പേരു മാത്രമല്ല, അത് ചോദ്യം ചെയ്യാനുള്ള കരുത്താണ്. അനീതിക്ക് മുന്നിൽ പ്രതികരിക്കാനുള്ള മനസ്സാണ്. വീണുപോയ മനുഷ്യനെ കൈപിടിച്ചുയർത്താനുള്ള കരുണയാണ്. ഒരു നല്ല നാളെയെ സ്വപ്നം കാണാനുള്ള ധൈര്യമാണ്. ചരിത്രം വായിച്ചു കൊണ്ടിരിക്കുന്നവർ ഒരുപാടുണ്ടാകും. പക്ഷേ ചരിത്രത്തിന്റെ ഒരു വരിയെങ്കിലും സ്വന്തം പ്രവർത്തനങ്ങളിലൂടെ എഴുതി ചേർക്കുന്നവരാണ് കാലത്തെ അടയാളപ്പെടുത്തുന്നത്. പഞ്ചാബിലെ ലുധിയാനയിൽ ആരംഭിച്ച ആ യാത്ര കേരളത്തിന്റെ തെരുവുകളിലൂടെ, സമരഭൂമികളിലൂടെ, ആശുപത്രി വരാന്തകളിലൂടെ, ദുരന്ത ഭൂമികളിലൂടെ ഇന്ന് തൃശൂരിലെ സമ്മേളന നഗരയിലെത്തി നിൽക്കുന്നു. യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. കാരണം ഓരോ പുതിയ സമ്മേളനവും പുതിയ പുതിയ ചോദ്യങ്ങളുമായാണ് വരുന്നത്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുന്നിടത്തോളം യുവത്വത്തിന്റെ ശബ്ദവും സമരത്തിന്റെ ഓർമ്മകളും സേവനത്തിന്റെ കൈകളും ചരിത്രത്തിലൂടെ യാത്ര തുടരുക തന്നെ ചെയ്യും. തൃശൂരിൽ നടക്കുന്ന ഡിവൈഎഫ്ഐയുടെ 16ാമത് സംസ്ഥാന സമ്മേളനത്തിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും അഭിവാദ്യങ്ങളും. 1000 വിപ്ലവ അഭിവാദ്യങ്ങൾ പ്രിയ സഖാക്കളെ.